നമസ്കാരം. കേരളത്തിലെ ഇന്നത്തെ പ്രധാന വിപണി വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും പുതിയ വിപണി വിവരങ്ങൾ ദിവസവും മുടങ്ങാതെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 മെയ് 10 കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22 കാരറ്റ് സ്വർണം പവന് 1,11,720 രൂപയിലും ഗ്രാമിന് 13,965 രൂപയിലുമാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ രാഷ്ട്രീയ ചലനങ്ങളും രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് വിലയെ സ്വാധീനിക്കുന്നത്. വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ കൂടുതൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതിനാൽ നിക്ഷേപകർ വിപണി സൂക്ഷ്മമായി നിരീക്ഷിക്കുക. കാർഷിക മേഖലയിലേക്ക് വന്നാൽ കർഷകർക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് റബ്ബർ വില ഉയർന്നുതന്നെ നിൽക്കുന്നു. കേരളത്തിൽ ഇന്ന് RSS4 റബ്ബറിന് കിലോയ്ക്ക് ശരാശരി 203 രൂപ മുതൽ 230 രൂപ വരെയാണ് വിവിധ വിപണികളിലെ നിരക്ക്. ടയർ കമ്പനികളിൽ നിന്നുള്ള ആവശ്യകത വർദ്ധിച്ചതാണ് വിപണിയിലെ ഈ മുന്നേറ്റത്തിന് കാരണം. കുരുമുളക് വിപണിയിലും മികച്ച ഉണർവ് ദൃശ്യമാണ്. ഇന്ന് കൊച്ചി വിപണിയിൽ കുരുമുളക് കിലോയ്ക്ക് 645 രൂപ മുതൽ 670 രൂപ വരെയാണ് ശരാശരി വില. ആഗോളതലത്തിൽ കുരുമുളക് ലഭ്യത കുറഞ്ഞത് വരും ദിവസങ്ങളിലും നമ്മുടെ വിപണിയിൽ വില ഉയരാൻ ഇടയാക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഇത്തരം കൂടുതൽ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നാളികേര വിപണിയിൽ വലിയ മാറ്റങ്ങളില്ലാതെ വില സ്ഥിരത പുലർത്തുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. കേരളത്തിൽ ഇന്ന് പച്ചത്തേങ്ങ കിലോയ്ക്ക് 42 രൂപ മുതൽ 52 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 10,500 രൂപ മുതൽ 14,200 രൂപ വരെയുമാണ് വിവിധ മാർക്കറ്റുകളിലെ ശരാശരി നിരക്കുകൾ. തമിഴ്നാട്ടിൽ നിന്നുള്ള ചരക്ക് വരവ് കുറഞ്ഞാൽ മാത്രമേ വെളിച്ചെണ്ണ വിപണിയിൽ കർഷകർക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യമുണ്ടാകൂ എന്ന് വിപണി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. റബ്ബറിലും കുരുമുളകിലുമുണ്ടായ വിലക്കയറ്റം കർഷകർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഇന്നത്തെ വിപണി വാർത്തകൾ ഇവിടെ പൂർത്തിയാകുന്നു. വാർത്തകൾ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കാനും മറക്കരുത്. നന്ദി.